മുടക്കിനിടെ ഇന്നലെ പേരാവൂർ മണത്തണ ഗവൺമെന്റ് സ്കൂളിൽ പാചക തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പേരാവൂർ പോലീസ്. പഠിപ്പ് മുടക്കമാണെന്നും ഉച്ചഭക്ഷണം വെക്കരുതെന്ന് പറഞ്ഞായിരുന്നു കയ്യേറ്റമെന്ന് പാചക തൊഴിലാളിയായ വസന്ത പറഞ്ഞു. അതിക്രമത്തിനിടെ വസന്തയുടെ കാലിനും പൊള്ളലേറ്റ്. അമ്മയുടെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു പാചക തൊഴിലാളിയെ കൈപിടിച്ച് തിരിച്ച് തിളച്ച് അരി തട്ടിത്തെറിപ്പിച്ച് കാലിൽ പൊള്ളലേൽപ്പിച്ച കഥയാണ് പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഹൃദയപക്ഷമാണ്. ഏരിയ സെക്രട്ടറിയുടെ ഭീഷണിയുടെ കഥയാണ് പറയുന്നത്. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് SFI പഠിപ്പ് മുടക്കിന്റെ ഭാഗമായി SFI പ്രവർത്തകർ പുറത്തുനിന്ന് ഒപ്പം തന്നെ ഈ സ്കൂളിനകത്തുള്ള കുട്ടികളുമായി ഈ പാചകപ്പുരയിലേക്ക് എത്തിയത്. അതിരാവിലെയാണ്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പാചക തൊഴിലാളിയെ വസന്തയും ഒപ്പം ഉണ്ടായിരുന്ന ആളും. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നത്. ഭക്ഷണം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞായിരുന്നു ഈ വാക്കേറ്റം തുടങ്ങിയത്. പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് മാറി. ഇതിനിടയിൽ ഈ തിളച്ച വെള്ളത്തിലേക്ക് അരിയിടാൻ നിന്നിരുന്ന വസന്തയുടെ കയ്യിൽ നിന്നും ഈ അരി തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അതാണ് പിന്നീട് വന്ന അധ്യാപകരോട് വിവരിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ആദ്യം കണ്ടത്. ഇത്തരത്തിൽ അരി ചിന്നിച്ചേറി കിടക്കുന്നത് ഇതുവരെ ഈ പാചക തൊഴിലാളി നിന്നതിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു അനുഭവം എന്നെല്ലാം വസന്ത പറയുന്നുണ്ട്. വസന്തയുടെ കാലിന് ചെറിയ പൊള്ളലേറ്റിരുന്നു. ആ സമയത്ത് കൈക്ക് ചെറിയ വേദനയുണ്ട്. എന്തായാലും വസന്തയുടെ പരാതിയിൽ പേരാവൂർ പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട്. പുറത്തുനിന്നെത്തിയ SFI പ്രവർത്തകർ, വളയങ്ങാട് സ്വദേശിയായ SFI പ്രവർത്തകർക്കെതിരെയാണ് ഈ കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ വലിയ പ്രതിഷേധം സ്കൂളിനകത്ത് പുറത്തു വരുന്നു.